UDFിൽ സീറ്റ് വിഭജന ചർച്ച നീളുന്നു. കേരള കോൺഗ്രസ് സീറ്റ് ചർച്ച തീരുമാനമാകാതെ അലസിപ്പിരിഞ്ഞു. 3 സീറ്റുകൾ വിട്ടു നൽകണമെന്ന കോൺഗ്രസ് ആവശ്യം കേരള കോൺഗ്രസ് തള്ളി. കോൺഗ്രസ് നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ് PJ ജോസഫ്. തിരുവനന്തപുരത്ത് പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനത്തിന് മുൻപായി ഇന്നലെ 2 വട്ടമാണ് കേരള കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയത്. തൊടുപുഴ, കടുത്തുരുത്തി എന്നീ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കുട്ടനാട്, ഏറ്റുമാനൂർ, ഇരിങ്ങാലക്കുട, തിരുവല്ല, കോതമംഗലം, തൃക്കരിപ്പൂർ, ചങ്ങനാശ്ശേരി, ഇടുക്കി എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ചത്. ഈ സീറ്റുകൾ ഇത്തവണയും തങ്ങൾക്ക് ലഭിക്കണമെന്നായിരുന്നു കേരള കോൺഗ്രസിന്റെ ആവശ്യം. ആദ്യഘട്ട സീറ്റ് വിഭജന ചർച്ചകളിൽ ഇടുക്കി വിട്ടു നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് കേരള കോൺഗ്രസ് സമ്മതം മൂളിയതിന് പിന്നാലെയാണ് ഇന്നലെ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ കുട്ടനാടും ഏറ്റുമാനൂരും കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. രാവിലെ നടന്ന ചർച്ചയിൽ ഈ ആവശ്യം പൂർണ്ണമായി തള്ളിയ കേരള കോൺഗ്രസ് പിന്നീട് നടന്ന ചർച്ചയിൽ തൃക്കരിപ്പൂർ കൂടി കോൺഗ്രസിന് വിട്ടുനൽകാമെന്ന് സമ്മതിച്ചു. എന്നാൽ അതിന് കോൺഗ്രസ് വഴങ്ങാതെ വന്നതോടെയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. പരസ്പര ധാരണയോടെ ചില വിട്ടുവീഴ്ചകൾ മുന്നണിയുടെ വിജയത്തിനു വേണ്ടിയും UDF അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയും എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്നതിനൊക്കെ വേണ്ടിയുള്ള ചില നീക്കുപോക്കുകൾ അത് മുന്നണിക്കകത്ത് ഉണ്ടാകണം എന്ന താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കേരള കോൺഗ്രസ് പാർട്ടിയും അതിൽ സാധ്യമായത് എന്താണ് എന്ന് പാർട്ടി പരിശോധിക്കും. ഏറ്റുമാനൂരിൽ തോമസ് ഉണ്ണിയാടിനെയും കുട്ടനാട്ടിൽ റെജി ചെറിയാനെയും മത്സരിപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ച ചേർന്ന കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനമെടുത്തിരുന്നു. ഇരുവരും മണ്ഡലങ്ങളിൽ പ്രാഥമിക തെരഞ്ഞെടുപ്പ് പ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് കോൺഗ്രസിന്റെ സീറ്റ് വിട്ടു നൽകണമെന്ന ആവശ്യം. LDFിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകുന്ന പരിഗണന UDFിൽ തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ ജോസഫ് വിഭാഗത്തിന് ആക്ഷേപമുണ്ട്. ഈ ആഴ്ച കോട്ടയത്ത് ചേരുന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിന് ശേഷം തുടർ തീരുമാനമെന്ന നിലപാടിലാണ് PJ ജോസഫ്. മീഡിയ 1 തിരുവനന്തപുരം.